Hi everyone, welcome to Competitive Cracker. എൻ്റെ പേര് സുറുമി. സെറ്റ് ഹിന്ദിയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ? ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും കിട്ടാതിരിക്കുന്നത്? കാരണം ഇത്തവണ ഇപ്പോഴത്തെ എക്സാമിന്റെ രീതി വളരെയധികം മാറിയിട്ടുണ്ട്. നെറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ സെറ്റ് ഹിന്ദിക്കൊക്കെ ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ വളരെയധികം നമ്മൾ സിലബസ് അനുസരിച്ച് വളരെയധികം ഡീപ്പ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിനി സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങണം. അതിന് മുമ്പായിട്ട് സിലബസ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ? നമുക്ക് സിലബസ് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇതിനു മുമ്പുള്ള ബാച്ചുകളിലെ കുട്ടികളുടെ റിവ്യൂസ് ആണ് സെറ്റിൻ്റെ ബാച്ചുകളിൽ കുട്ടികളുടെ റിവ്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ റിവ്യൂസ് തരാനുള്ളത് നിങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചുകൾ സെറ്റ് ഹിന്ദിയുടെ ബാച്ച് അവൈലബിൾ ആണ്. അതിൽ എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പഠിക്കാൻ നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എക്സാം ആവുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ? ഇപ്പോൾ എക്സാംസ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഒരുപാട് നാളത്തെ പ്രയത്നം കൊണ്ടാണ് നമുക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാവുള്ളൂ. സെറ്റ് ഹിന്ദി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഡെപ്തിൽ ചോദിക്കുന്ന ഒരു എക്സാം ആണ്. നെറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ എത്രയും നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. CCയിൽ സെറ്റ് ഹിന്ദിയുടെ ബാച്ച് അവൈലബിൾ ആണെന്ന കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സെറ്റ് ഹിന്ദിയുടെ സിലബസ് വരുന്നത്? ഹിന്ദിയുടെ സിലബസ് നമുക്ക് നോക്കാം. ഹിന്ദിയുടെ സിലബസ് നോക്കുമ്പോൾ ആകെ ടോട്ടൽ 6 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് 1ലെ സിലബസ് നമുക്ക് നോക്കാം. ഹിന്ദി സാഹിത്യ का इतिहास आदिकाल से पूर्व भारतीय युग തക്കാണ് നമ്മുടെ യൂണിറ്റ് 1ലെ ടോപ്പിക് വരുന്നത്. ഏതൊക്കെയാണ് മൊഡ്യൂൾസ് നോക്കുക. മൊഡ്യൂൾ 1ല് ആദികാലീന കാവ്യ, ആദികാല, ഭക്തികാല, രീതികാല എന്നീ ടോപ്പിക്സ് ആണ് ഇവിടെ വരിക. അതുപോലെ മൊഡ്യൂൾ 2ല് രീതികാല വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ 1ലെ ആദികാലം ഭക്തികാലം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് മൊഡ്യൂൾ 2 ആകുമ്പോഴേക്കും നമുക്ക് രീതികാലാണ് വരുന്നത്. നമ്മൾ യൂണിറ്റ് 2ലേക്ക് വന്നേക്കാണ്. യൂണിറ്റ് 2ൽ എന്താണ് സിലബസിൽ പറയുന്നത് നോക്കുക. ഹിന്ദി സാഹിത്യ का इतिहास भारतेंदु युग से 1940 तक. 1940 വരെയുള്ള പ്രധാനപ്പെട്ട രചനകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഹിന്ദി സാഹിത്യ ഇതിഹാസ് ഭാരതേന്ദു യുഗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭാരതേന്ദു യുഗത്തിൽ മുതൽ വരുന്ന പ്രധാനപ്പെട്ട രചനകൾ നമുക്ക് പഠിക്കണം. അതിൽ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സ് നോക്കുക. ആലോചനയുണ്ട്, നാടകമുണ്ട്, കഥാസാഹിത്യമുണ്ട്, ഗദ്യവൻ, അനൂദിത് സാഹിത്യ, അതുപോലെ സാഹിത്യക് പത്രകാരിത, ഉത്ഭവൻ, വികാസ്, നവജാഗരൺ, പ്രഥം സ്വതന്ത്രത ആന്തോളൻ, ശിക്ഷ, സംസ്ഥാവോं की ഭൂമിക, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് യൂണിറ്റ് 2ല് മൊഡ്യൂൾ 1ല് വരുന്നുണ്ട്. ദെൻ അതിൽ തന്നെ യൂണിറ്റ് 2ല് തന്നെ രണ്ടാമത്തെ ടോപ്പിക് നോക്കാം, ഛായാവാദ്. ഛായാവാദൊക്കെ മൊഡ്യൂൾ 2ലാണ് വരുന്നത്. ഛായാവാദ്, ദാർശനിക് പൃഷ്ഠഭൂമി, പാശ്ചാത്യ പ്രഭാവ, അതുപോലെ പ്രമുഖ് കവി അവൻ കാവ്യ, ഛായാവാദി സമീക്ഷ, അത്തരത്തിലുള്ള ടോപ്പിക്സ്. അതുപോലെ രാജഭാഷ കാവ്യ, രാഷ്ട്രീയ സാംസ്കൃതിക കാവ്യധാര, ഇതൊക്കെ നമ്മുടെ മൊഡ്യൂൾ 2ലാണ് വരുന്നത്. യൂണിറ്റ് 2ലെ മൊഡ്യൂൾ 2. ദെൻ മൊഡ്യൂൾ 3ൽ നോക്കാം, പ്രേംചന്ദ് ആണ് വരിക അല്ലെ. പ്രേംചന്ദ് അവൻ പ്രഗതിവാദി സാഹിത്യമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ദെൻ യൂണിറ്റ് 3ലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആധുനിക കാലാണ് വരിക. ഇത്രയും നേരം 1940 വരെയുള്ള രചനകളായിരുന്നു മൊഡ്യൂൾ 2ലെങ്കിൽ യൂണിറ്റ് 3ൽ വരുമ്പോൾ എന്താണ് 1940 മുതൽ 2015 വരെയുള്ള രചനകൾ ഇവിടെ വന്നു യൂണിറ്റ് 3ൽ. അപ്പോൾ യൂണിറ്റ് 2ല് ഭാരതേന്ദു യുഗ് മുതൽ 1940 വരെയുള്ള രചനകളാണ് വന്നിരുന്നത് വിവിധ തരം വിധകളിൽ. കവിതകൾ മാത്രമല്ല, നാടക അതുപോലെ തന്നെ കഥാസാഹിത്യ, ആലോചന, ഉപന്യാസ തുടങ്ങിയ എല്ലാ വിധകളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് 3ൽ 1940 മുതൽ 2015 വരെയുള്ള പ്രധാനപ്പെട്ട രചനകൾ എല്ലാ വിധകളും ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് മൊഡ്യൂൾ 2 ആണ്.
യൂണിറ്റ് 3 മൊഡ്യൂൾ 2 ഏതൊക്കെയാണ് വരിക? ആലോചന. ഓക്കെ, ആലോചന ക സൗന്ദര്യശാസ്ത്ര, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ രാമചന്ദ്ര ശുക്ല വളരെ ഫേമസ് ആയിട്ടുള്ള ആലോചകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്, മൊഡ്യൂൾ 2 വരുന്നത്. ദെൻ മൊഡ്യൂൾ 4 യൂണിറ്റ് 4 നമ്മൾ നോക്കുമ്പോഴേക്കും അപ്പോൾ അവിടെ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആണ് വരുന്നത് കേട്ടോ. ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഗ്രാമർ. അതിന് 2 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. മൊഡ്യൂൾ 1 ഭാഷയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതെങ്കിൽ മൊഡ്യൂൾ 2 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗ്രാമർ ആണ് പഠിക്കാനായിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 5 നമുക്ക് പരിചയപ്പെടാം. മൊഡ്യൂൾ 5 വരുമ്പോഴേക്കും വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ലിറ്റററി തോട്ട്സ് ആണ് വരുന്നത്. പാശ്ചാത്യ കാവ്യശാസ്ത്രം അതുപോലെ ഭാരതീയ കാവ്യശാസ്ത്രമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതിൽ മൊഡ്യൂൾ 1 പ്രത്യേകമായിട്ട് പാശ്ചാത്യ കാവ്യശാസ്ത്രം വരുന്നുണ്ട്. എടുത്തു പറയുന്നുണ്ട് പ്ലേറ്റോയിനെ കുറിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള പാശ്ചാത്യ സാഹിത്യകാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം, അതുപോലെ തന്നെ ഒരുപാട് റൈറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. കോൾറിഡ്ജ്, അതുപോലെ അരസ്തു, ഫ്രോയിഡ്, കാൾ മാർക്സ്, ഓക്കെ, ഇവരെ കുറിച്ച് ഇലിയഡ്, ഇവരെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ മൊഡ്യൂൾ 2 വരുമ്പോഴേക്കും ഭാരതീയ കാവ്യശാസ്ത്രമാണ് അവിടെ വരുന്നത്. ഭാരതീയ കാവ്യശാസ്ത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ മൊഡ്യൂൾ 3 വരുമ്പോഴേക്കും ചന്തും അലങ്കാറുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ യൂണിറ്റ് 6 നമ്മൾ വന്നിരിക്കുകയാണ് അല്ലേ. യൂണിറ്റ് 6 വരുമ്പോഴേക്കും അവിടെ വരുന്ന ടോപ്പിക് ഫങ്ഷണൽ ഹിന്ദി ട്രാൻസ്ലേഷൻ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന ടോപ്പിക്കാണ് വരുന്നത്. ഓക്കെ, മൊഡ്യൂൾ 6 അതിൽ തന്നെ 2 മൊഡ്യൂൾസ് ഉണ്ട്. മൊഡ്യൂൾ 1 പ്രയോജനമൂലക് ഹിന്ദി സ്വരൂപവൻ അവധാരണയാണ് വരുന്നത്. മൊഡ്യൂൾ 2 അനുവാദ, പരിഭാഷ, പാരിഭാഷിക് ശബ്ദാവലി എന്നീ ടോപ്പിക്സ് വരുന്നുണ്ട്. നമുക്ക് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട് അല്ലേ. ടെക്നിക്കൽ വേർഡ്സ് ചോദിക്കാറുണ്ട്. അതൊക്കെ ഈ ഒരു മൊഡ്യൂൾ 6 വരുന്നത്. അതുപോലെ രാജഭാഷ ഹിന്ദിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മൊഡ്യൂൾ 3 നോക്കുക. ശബ്ദവിജ്ഞാൻ, ധ്വനി വിജ്ഞാൻ, രൂപവിജ്ഞാൻ, വാക്യവിജ്ഞാൻ, അർത്ഥവിജ്ഞാൻ എന്നീ ടോപ്പിക്സ് വരുന്നത് മൊഡ്യൂൾ 6 മൊഡ്യൂൾ 3 ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. ടോട്ടൽ 6 യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മുടെ സെറ്റ് ഹിന്ദിയുടെ സിലബസ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സെറ്റ് ഹിന്ദി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെറ്റ് ഹിന്ദിയുടെ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ഫീച്ചേഴ്സ് വരുന്നത് ലൈവ് ക്ലാസ്സസ്, വീക്ക്ലി മോഡൽ എക്സാംസ്, ഡെയിലി വർക്ക്ഔട്ട്, മെന്റർഷിപ്പ്, അതുപോലെ മോക്ക് ടെസ്റ്റസ്, PYQ ഡിസ്കഷൻ എന്നിവയാണ് വരുന്നത്. നമ്മുടെ സെറ്റ് ഹിന്ദി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് 9746455514 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഓൾ.